എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നല്ലൊരു ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണോ എങ്കിൽ ഈ ടിപ്സുകളൊക്കെ ഒന്ന് നിങ്ങൾ ശീലമാക്കുന്നത് നന്നായിരിക്കും. ഓരോ ബന്ധവും വ്യത്യസ്തവും അതുല്യവുമാണെന്ന്, അതിനാൽ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ മുൻ തലമുറയിൽ നിന്ന് നിലവിലെ തലമുറക്ക് പഠിക്കാൻ കഴിയുന്ന നിരവധി ഗുണങ്ങളുണ്ട്. അതിലേറ്റവും മികച്ചതും ക്ഷമയാണ്. നമ്മളെല്ലാവരും സിനിമകളാൽ സ്വാധീനിക്കപ്പെട്ടാണ് വളരുന്നത്. നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളും നമ്മൾ കാണുന്ന വിവാഹ ബന്ധങ്ങളും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ പങ്കാളികൾ എന്ന രീതിയിൽ നമ്മൾ കടന്നു പോകുന്ന യാത്ര മറ്റൊരാളുടെ യാത്രയിൽ നിന്ന് വളരെ വ്യത്യസ്തമാകുമെന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവോ അത്രയും നല്ലത്. പ്രണയബന്ധങ്ങളിലെ സുപ്രധാന ഗുണമാണ് ക്ഷമയാണ്. അതെ, എൻ്റെ മാതാപിതാക്കളുടെ മാത്രമല്ല മുഴുവൻ തലമുറയെയും എടുത്തു നോക്കുമ്പോൾ ഇന്നത്തെ ദമ്പതികൾക്ക് വേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് ക്ഷമ. അതെ, ക്ഷമയുടെ അഭാവം നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്. ക്ഷമ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രണയ ജീവിതത്തെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യാനാവാത്തത്? കാരണം ഓരോ ബന്ധത്തിലെയും പങ്കാളികൾ വ്യത്യസ്തമായ വ്യക്തിത്വവും അനുഭവങ്ങളും പെരുമാറ്റ സവിശേഷതകളും ശക്തിയും ബലഹീനതയും ഉള്ളവരായിരിക്കും. അതുപോലെയാവില്ല ബന്ധത്തിലായ മറ്റൊരു ദമ്പതികൾ. അതിനാൽ മറ്റൊരാൾ അവരുടെ ബന്ധത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഗുണകരമാവണമെന്നില്ല. ഓരോ വ്യക്തിയും യുണീക്കാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും സവിശേഷമായ ഗുണങ്ങളും സ്വഭാവങ്ങളും സവിശേഷതകളും എല്ലാം കാണിക്കും. അതിൻ്റെ ഫലമായി അനുഭവങ്ങളും ധാരണകളും പ്രതികരിക്കുന്ന രീതികളും എല്ലാം വ്യത്യസ്തവുമായിരിക്കും. അതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതയാത്രയെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പ്രണയബന്ധത്തിൽ ഇതുപോലെ ക്ഷമ പരമപ്രധാനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയൂ. ക്ഷമയുള്ളവരായിരിക്കുക എന്നത് ബന്ധത്തെ കൂടുതൽ മനസ്സിലാക്കാനും കാഴ്ചപ്പാട് വളർത്തിയെടുക്കാനും സഹായിക്കുന്നുണ്ട്. പൊരുത്തക്കേടുകൾ എളുപ്പത്തിൽ പരിഹരിക്കാനും രണ്ടാളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാനും ഇത് സഹായകരമാണ്. ഒരു ദീർഘകാല ബന്ധത്തിന് ക്ഷമയും വിശ്വാസവും അന്തസ്സും നിലനിർത്തുക. ആശയവിനിമയം വർദ്ധിപ്പിക്കുക. പരസ്പരം കേൾക്കാൻ ശ്രമിക്കുക. അനുഭവങ്ങൾ പങ്കിടുക. ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇരുവർക്കും പൊതുവായ മൂല്യബോധം വികസിപ്പിച്ചെടുക്കുക. പരസ്പരം ബഹുമാനിക്കുക. വിയോജിപ്പുകൾ സൗഹാർദ്ദപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. വ്യക്തിബന്ധത്തിനിടയിൽ കൃത്യമായ അതിർത്തികൾ സെറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.